കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. മമതയെ കൈയൊഴിഞ്ഞ രണ്ട് വനിതാ നേതാക്കൾ. ദീദി ജയിച്ചാൽ പശ്ചിമ ബംഗാൾ ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി തന്നെ അറിയപ്പെട്ടിരുന്ന എംപിയായ സയോണി ഘോഷ് ആകട്ടെ ഇപ്പോൾ വിമത എംപിമാരുടെ സംഘത്തിൽ ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാല റോയും വിമത പാർട്ടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നതായി തന്നെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പാർട്ടിക്കുള്ളിലെ 20 വിമത എംപിമാരുടെ പട്ടികയിൽ സിയോണി ഘോഷിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ജദാവത്പൂർ എംപി ആയ സയോണി ഘോഷ് ആകട്ടെ ഇതുവരെയും ഇതിൽ പരസ്യമായി തന്നെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് വിട്ട് ലോക്സഭാ അംഗങ്ങൾ ആരെല്ലാം എന്ന കാര്യത്തിൽ ഇതുവരെയും അവ്യക്തത തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. 20 പേർ ഒപ്പമുണ്ട് എന്നും പ്രത്യേക ബ്ലോക്കിനായി തന്നെ ഇരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പിളർപ്പ് പക്ഷത്തെ നേതാവ് കലോക്കി ഘോഷ് ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതും. എന്നാൽ ഇത് ആരൊക്കെയാണ് എന്നും ഇതുവരെയും വ്യക്തമായിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഘോഷ് ദസ്തിറാവുമായി തന്നെ ചർച്ച നടത്തിയെന്നും മാത്രമല്ല വിമതരെ പിന്തുണയ്ക്കുന്ന രേഖകളിൽ ഒപ്പുവെച്ചു എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മമതാ ബാനർജിയുടെ മറ്റൊരു വിശ്വസ്തതയും എംപിയുമായ മാല റോയും ഡൽഹിയിൽ എത്തിക്കൊണ്ട് വിമത ക്യാമ്പുകളിൽ ചേർന്നതായി തന്നെ സൂചനകൾ പുറത്തുവരുന്നു. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ മറികടക്കാൻ ആവശ്യമായ എണ്ണം എംപിമാർ വിമതപക്ഷത്തില്ല എന്നതാണ് മമതയ്ക്കൊപ്പമുള്ള എംപിമാർ പറയുന്നത്. ലോക്സഭയിൽ 28 അംഗങ്ങളാണ് തൃണമൂലിനുള്ളത്. സയോണി ഘോഷിന്റെ വിമത ക്യാമ്പിലേക്കുള്ള മാറ്റം തൃണമൂലിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തിടെ തന്നെ അവരെ പാർട്ടിയുടെ യുവജന വിഭാഗം അധ്യക്ഷയായി തന്നെ നിയമിച്ച വ്യക്തി കൂടിയാണ്. മമതാ ബാനർജി ഭാവി പ്രധാനമന്ത്രിയാകണമെന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തന്നെ സയോണി ഘോഷ് പറഞ്ഞതും. ദീദി ജയിച്ചാൽ ബംഗാൾ ജയിക്കുമെന്നതായിരുന്നു അവരുടെ ടാഗ് ലൈൻ, അല്ലെങ്കിൽ പ്രചരണത്തിൽ ഉയർത്തിക്കാട്ടിയ മറ്റൊരു വാചകം. തിരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ എതിരാളികൾ വോട്ട് മോഷ്ടിച്ചതുകൊണ്ടാണ് മമതാ ബാനർജി തോറ്റതെന്നും TMC തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നും അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇതോടുകൂടി തന്നെ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല കൂട്ടരാജി പോലും തൃണമൂലിൽ നടക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. തൃണമൂൽ എംപി ആയ സുഷ്മിത ദേവ് ആകട്ടെ രാജ്യസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോയി. അവർ BJP-യിലേക്കോ എന്ന ചോദ്യം ഉയരുകയാണ് ഇപ്പോൾ. രാജിവെച്ച് പുറത്തുപോയി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ ഹിമന്ത് വിശ്വ ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. മമതയുടെ പിടിപ്പുകേടാണ് ഇത്തരത്തിൽ തൃണമൂലിൽ കലാപം മുറുകാനുള്ള സാധ്യത കൂടിയത്. മമതയുടെ വിശ്വസ്തരായിരുന്ന സുവേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് ഇപ്പോൾ അടുത്ത രാജി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആസാമിലെ സീൽചാറിൽ നിന്നുള്ള ലോക്സഭാ എംപി ആയിരുന്ന സുഷ്മിത ദേവ് ആകട്ടെ 2019 തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് 2021 തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. കൂടുവിട്ട് ഒരു കൂടുമാറ്റമാണ് ഇപ്പോൾ തൃണമൂൽ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി തന്നെ പറയുന്നത്. പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ആരംഭിച്ച തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രതിസന്ധി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നതായി തന്നെ സൂചനകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ വിമത നേതാക്കളും അതായത് ഇത്തരത്തിൽ വിമത നീക്കങ്ങൾ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് തുടരെയുള്ള രാജിക്കും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.